സജി ഗോപിനാഥനെ വിസിയാക്കാനുള്ള താൽപര്യം രാജ്ഭവനെ അറിയിച്ച സർക്കാർ. സാങ്കേതിക സർവകലാശാലയിലെ വിസി നിയമനത്തിൽ സജി ഗോപിനാഥന് പ്രഥമ പരിഗണന നൽകി 3 പേരുള്ള പാനൽ സർക്കാർ രാജ്ഭവന് സമർപ്പിച്ചു. ബൈജുബായ്, അബ്ദുൽ നിസാർ എന്നിവരാണ് പട്ടികയിലുള്ളവർ. നന്ദകുമാർ ചേരുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമനത്തിനാണ് 3 അംഗ പാനൽ ഗവർണർക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിലെ വിസി സജി ഗോപിനാഥും അതുമാത്രമല്ല സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ബൈജുഭായും തിരുവനന്തപുരം CET കോളേജിലെ പ്രൊഫസർ കൂടിയായ അബ്ദുൽ നാസർ എന്നിവർക്കാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു പട്ടികയിൽ ഇടം നൽകിയിട്ടുള്ളത്. സിസ തോമസ് മറ്റന്നാൾ വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി. സാങ്കേതിക സർവകലാശാലയിലെ താൽക്കാലിക വിസി നിയമനത്തിൽ സർക്കാരിന് വഴങ്ങിയ ഗവർണർ സർക്കാരിന് താല്പര്യമുള്ളവരുടെ പേരുകൾ നൽകാനും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിസ തോമസിന് വിസിയുടെ താൽക്കാലിക ചുമതല നൽകിയത് തന്നെ വലിയ തോതിൽ ഒരു സർക്കാർ ഗവർണർ പോരിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം സിസ തോമസിന്റെ കാലാവധി ഈ വരുന്ന 31-ന് തീരാനിരിക്കെയാണ് രാജ്ഭവൻ കടുംപിടുത്തം വിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകുകയും ചെയ്തത്. ഒന്നുകിൽ സജി ഗോപിനാഥിന് അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് ചുമതല നൽകാമെന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള കത്ത് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തത്. അത് മാത്രമല്ല, ഈ ഒരു 3 അംഗ പാനലിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന പേര് സജി ഗോപിനാഥ് തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് നിർദ്ദേശിച്ച പേരുകളൊക്കെ തന്നെ അത് ഗവർണർ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിലെ വിസി കൂടിയായ സജി ഗോപിനാഥിന് സർക്കാർ പ്രഥമ പരിഗണന നൽകി ഇപ്പോൾ ഒരു പാനൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും 3 പേരുടെ ഒരു പാനലിൽ സജി ഗോപിനാഥിന്റെ തന്നെയാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സജി ഗോപിനാഥിന്റെ പേര് തന്നെയായിരിക്കും രാജ്ഭവനും അടുത്ത ദിവസം വിസിയായി നിയമനം നൽകുകയും ചെയ്യുക. ധന്യ. നന്ദി.